ഇലക്ട്രിക് വാഹനം യൂസ് ചെയ്യുന്ന മെജോറിറ്റി ആളുകളും കേട്ടിട്ടുള്ള ഒരു വേർഡായിരിക്കും ഡീപ്പ് ഡിസ്ചാർജ് ആയി പോവുക എന്നുള്ളത്. ആക്ച്വലി എന്താണ് ഡീപ്പ് ഡിസ്ചാർജ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയി പോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, സാധാരണ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറയുന്നത് ലിഥിയം അയൺ ബാറ്ററികളാണ്. നമ്മുടെ ഫോണുകളിലും ലാപ്ടോപ്പുകളിലും ഒക്കെ യൂസ് ചെയ്യുന്ന സെയിം ബാറ്ററികൾ തന്നെയാണ് ഇലക്ട്രിക് വാഹനങ്ങളിലും യൂസ് ചെയ്യുന്നത്. സാധാരണ നമ്മളൊരു ഫോൺ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5% താഴെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പറയാൻ പറ്റും ബാറ്ററിയുടെ മാക്സിമം കപ്പാസിറ്റി വലിച്ചെടുക്കുക, അതല്ലെങ്കിൽ മുഴുവൻ കാലിയാക്കുക എന്നുള്ളതിന് ടെക്നിക്കലി നമ്മൾ പറയുന്ന പേരാണ് ഡീപ്പ് ഡിസ്ചാർജ് ആവുക എന്നുള്ളത്. ഇങ്ങനെ ബാറ്ററിനെ മുഴുവനായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ബാറ്ററിന്റെ ഉള്ളിലുള്ള അതിലോലമായിട്ടുള്ള പല ഘടകങ്ങളിലും ക്രാക്കുകളോ വിള്ളലുകളോ ഒക്കെ ഉണ്ടാവുകയും അത് ബാറ്ററിയുടെ റേഞ്ചിനെയും അത് ബാറ്ററിയുടെ ചാർജിങ് സൈക്കിളിനെയും അഫക്റ്റ് ചെയ്യാറുണ്ട്. സാധാരണ ഒരു ഇലക്ട്രിക് വാഹനത്തിൽ ഡീപ്പ് ഡിസ്ചാർജ് ആയി പോകാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാരണം കുറഞ്ഞ ചാർജിൽ വാഹനം ഒരുപാട് കാലത്തേക്ക് നിർത്തിയിട്ട് പോവുക എന്നുള്ളത്. ഉദാഹരണത്തിന് 10% ഏകദേശം ഒരു മാസമൊക്കെ വാഹനം ചാർജ് ചെയ്യാതെ നിർത്തിയിട്ട് പോയാൽ അത് ഡീപ്പ് ഡിസ്ചാർജ് ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ കാരണം 20% താഴെ ചാർജ് കുറയുന്ന സമയത്തും അത് ശ്രദ്ധിക്കാതെ മുഴുവനായിട്ട് 0% വരെ വാഹനം ഓടിക്കുന്ന ഒരു സന്ദർഭത്തിലും ഇങ്ങനെയുള്ള ഡീപ്പ് ഡിസ്ചാർജ് ആയി പോവാറുണ്ട്. ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ ഒരു ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യുന്ന സമയത്തേക്ക് ഏകദേശം 20% ആവുമ്പോഴേക്കും ചാർജ് ചെയ്യാൻ ഇടുക എന്നുള്ളത്. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ 20-80 എന്ന് വെച്ചാൽ സാധാരണ ഒരു ഇലക്ട്രിക് വാഹനം 20% ആവുമ്പോഴേക്കും ചാർജ് ചെയ്യുകയും 80% ആവുമ്പോഴേക്കും ചാർജിങ് ഓഫ് ആക്കുകയും ചെയ്യുക എന്നുള്ളത്. ഈ ഒരു മെത്തേഡ് വഴി ബാറ്ററിയുടെ ഹെൽത്ത് കൂടുകയും വാഹനം ഡീപ്പ് ഡിസ്ചാർജ് ആയി പോവാതെ സംരക്ഷിക്കാനും കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇലക്ട്രിക് വാഹനം യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം. താങ്ക്